ഇവിടുത്തെ ഏറ്റവും വലിയ ഉപദേശകരും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവാചകരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മ സ്വപ്നം കണ്ടുകൊണ്ട് ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഓരോ കൈകൾ കണ്ടില്ല, കൈകൾ. അവർ അവിടെ ഇരുന്നുകൊണ്ട് തിരുത്തുകയല്ലായിരുന്നു, താനാണ് ശരിയെന്ന് തെളിയിക്കുകയല്ലായിരുന്നു, തൻ്റെ തിയറിയാണ് സത്യമെന്ന് വെളിപ്പെടുത്തുകയല്ലായിരുന്നു. ഇടപ്രഭുവിന്റെ കൂടെ വളർന്നവനും കുറയനക്കാരനും കൊട്ടാരത്തിൽ വളർന്നവനും പരീശനും ലേവ്യനും കുറയനക്കാരനും പ്രവാചകനും ഉപദേശാവും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്തു? പോരാ പോരാ, ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആരാധിച്ചു, ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് എല്ലാവരും വാക്കുറ ആരാധിച്ചും ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരുന്നു, ഉപവസിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ എന്തിനാരാധിച്ചു, എന്തിനു ഉപവസിച്ചു? അത് മാത്രം പറഞ്ഞ എന്തിനാരാധിച്ചു, എന്തിനു ഉപവസിച്ചു? അവർ ഒരുമിച്ച് കൂടി ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുന്നു. എന്തിനാരാധിച്ചു? രണ്ടു കാര്യം ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് നിർത്തിക്കോട്ടെ. എന്തിനാരാധിച്ചു? എന്തിനാരാധിച്ചു? ദൈവപ്രവൃത്തി നടക്കാൻ അല്ല. എന്തിനാരാധിച്ചു? സഭ ഒന്നിക്കാൻ അല്ല. എന്തിനാരാധിച്ചു? ഉണർവുണ്ടാകാൻ അല്ല. എന്തിനാരാധിച്ചു? അന്ധകാര മണ്ഡലം തകരാൻ അല്ല. ഒറ്റ വാക്ക്, ചുമ്മാ ആരാധിച്ചു. ആമേൻ വന്നില്ല, ഇഷ്ടപ്പെട്ടില്ല. എന്തിനാരാധിക്കുന്നേ? വാക്ക് പറ. എന്തിനാരാധിക്കുന്നേ? പേടിയായിപ്പോയി. എന്തിനാരാധിക്കുന്നേ? ചുമ്മാ എനിക്ക് യേശുവപ്പ ഇഷ്ടമാണ്, ഞാനങ്ങ് ആരാധിക്കാം. മക്കളെ കെട്ടിക്കാൻ അല്ല, വീട് വെക്കാൻ അല്ല, ജോലി കിട്ടാൻ അല്ല, ചർച്ച് പണിയാൻ അല്ല, ഭവനം പണിയാൻ അല്ല, ഉണർവുണ്ടാകാൻ അല്ല, ദേശത്ത് ദൈവപ്രവൃത്തി നടക്കാൻ അല്ല, ഒന്നുമല്ല. എന്തിനാ? ചുമ്മാ. കേട്ടില്ല? ചുമ്മാ. അതല്ല, എനിക്ക് എന്റെ യേശുവപ്പ ഇഷ്ട. കേൾക്കുന്നില്ലല്ലോ, മനസ്സിലാകുന്നില്ലല്ലോ. ചുമ്മാ പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞാൻ നോക്കിയപ്പോ എന്റെ പുറകിന്ന്, ആ യോഗത്തിന്റെ പുറകിന്ന് ഒരാളിങ്ങനെ നടന്നു വരിക, ഒരാളിങ്ങനെ നടന്നു വരിക. ഞാൻ ഓർത്ത് ഇടയ്ക്ക് ആരെങ്കിലും തടയുമെന്ന് ഓർത്ത്. ആരും തടയുന്നില്ല. എന്നെ മാത്രം നോക്കി ഒരാൾ വരിക. വലിയ ആളൊന്നും അല്ല, 1.25 വയസ്സുള്ള ഒരാളാ. നടന്ന് വരിക. നടന്ന് എന്റെ അടുത്ത് വന്നു. എന്റെ ഇവിടെ ചോട്ടുന്നിട്ട് എന്നെ പാൻ്റെ കയറി പിടിച്ചു. ഞാൻ എടുത്തു, ഇത് ഇങ്ങോട്ട് വെച്ചു. ആളൊരൊറ്റ ഉറക്കുറങ്ങി. എന്തിനാ വന്നേ? മുട്ടായിക്കല്ല. എന്തിനാ വന്നേ? മുട്ടായി മേടിക്കാനല്ല, പരാതി പറയാനല്ല. ഒറ്റ കാര്യം, വന്നു, ഞാൻ എടുത്തു, ഇവിടെ വെച്ചു, ആൾ ഉറങ്ങി. ആ കുഞ്ഞിനോട് ചോദിക്കണം, അന്നാമ്മേ എന്തിനാ വന്നേ? ചുമ്മാ. എനിക്ക് അപ്പന്റെ തോളിൽ ഒന്ന് കിടക്കണം. ചുമ്മാ. ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ചുമ്മാ. അന്ത്യോക്യയിൽ അവർ ഒരുമിച്ചിരിക്കുന്നതിന്റെ ഒറ്റ കാര്യം, ചുമ്മാ. എനിക്ക് ഭയങ്കര ഇഷ്ട യേശുവപ്പനെ. നീ നീയെന്നും സ്തുത്യൻ ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. മാർവിൽ ചാരിക എല്ലാം പറയാ വിശ്വസ്തന
എന്റെ സ്നേഹിക്കുന്നേ യേശുവേ, ഓ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഇതാണ് അന്ത്യോക്യ. ഇതാണ് അന്ത്യോക്യ. രോഗം മാറണ്ട, കടം മാറണ്ട, ക്ഷീണം മാറണ്ട, ബന്ധനം അടിയണ്ട, കെട്ടുപൊട്ടണ്ട, സൗഖ്യം വേണ്ട, ഒന്നും വേണ്ട. എന്തിനാ ആരാധിക്കുന്നേ? ഒറ്റ വാക്ക്, ചുമ്മാ. കേട്ടില്ലല്ലോ. പറ, എന്തിനാ ആരാധിക്കുന്നേ? ഉറക്കെ പറഞ്ഞോ. എനിക്ക് യേശുവപ്പെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവന്റെ പാദത്തിൽ വരും, അവിടെ കിടക്കും, വീഴും, ഞാൻ അവിടെ ചേർന്നിരിക്കും. ആവശ്യമൊന്നുമില്ല, ചുമ്മാ. അവർ കർത്താവിനെ കേട്ടില്ല, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ആവശ്യമില്ല, വന്നേക്കാണ് ചുമ്മാ ആരാധിക്കാൻ, ഉപവസിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായി ആ ഭാഗം? റിവൈവൽ എവിടെ ആരംഭിക്കും? എല്ലാ ആഗ്രഹവും മാറി കർത്താവ് മാത്രം ആഗ്രഹമായി തീരുമ്പോൾ ഏറ്റെടുക്കാൻ പറ്റുന്നെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ ആഗ്രഹവും മാറി കർത്താവ് മാത്രം ആഗ്രഹമായി വരുമ്പോൾ ആ കണ്ണുകളെ കാണണം, ആ പാദത്തിൽ വീഴണം, ആ വായിൽ നിന്ന് കേൾക്കണം, ചൂടറിയണം. എനിക്ക് യേശുവിന്റെ കൂടെ ദിനവും, യേശുവിന്റെ കൂടെ ദിനവും, യേശുവിന്റെ ഓ യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥാ ബിരിയാ കർത്താവിനോട് പറയും, കർത്താവിന് ഇങ്ങനത്തെ കുറെ പേരെ വേണം. പോരാ പോരാ, ഒരാവശ്യമില്ലാതെ കർത്താവിനെ ഇങ്ങനെ തട്ടി ഒരുമി പോരല്ലോ. കർത്താവിനെ ഇങ്ങനെ, കർത്താവിന്റെ കൂടെ എന്തിനാ പാടുന്നേ? യേശുവപ്പന് ഇഷ്ടം. എന്തിനാ ഉപവസിക്കുന്നേ? എനിക്ക് യേശുവപ്പന് ഇഷ്ടം. എന്തിനെ ആരാധിക്കുന്നേ? എനിക്ക് യേശുവപ്പന് ഇഷ്ടം. എന്താ ഇവിടെ മുട്ടുകുത്തിരിക്കുന്നേ? യേശുവപ്പന് ഇഷ്ടം. ഈ സമയം കർത്താവിനോട് പറയുന്നു, യേശുവുമായിട്ട് ഒരു ഡീപ്പ് റിലേഷനിലേക്ക് ദൈവം ഈ ജനത്തെ കൊണ്ടുപോകുന്നു. എത്ര പേർക്ക് അത് ആവശ്യമുണ്ട്? കർത്താവുമായിട്ടൊരു ഭയങ്കര ക്ലോസ് റിലേഷനിലേക്ക്, കർത്താവുമായിട്ട് ഒരു വിധത്തിലും അകലുവാൻ കഴിയാത്ത നിലയിൽ, ഒരു ഉപ്പ് വെള്ളത്തിൽ വീണ് ലയിച്ചു ചേർന്നിട്ട് ഏതാണ് ഉപ്പ് ഏതാണ് വെള്ളം എന്നതിനെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ യേശുവുമായി
അവരങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ മിണ്ടുന്നു, ഒരാൾ സംസാരിക്കുന്നു. എവിടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും? കർത്താവിന്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവിടെ ക്ഷണിക്കാതെ ദൂത് വരും, ക്ഷണിക്കാതെ ആലോചന വരും, ക്ഷണിക്കാതെ നിയോഗങ്ങൾ വരും, ക്ഷണിക്കാതെ ഡബിൾ പോർഷൻ ഉണ്ടാകും. മതി, നിന്റെ ലെവൽ മാറി. ഇത് നിന്റെ ഡബിൾ പോർഷൻ ആണ്. ഇത് ഇരട്ടി പങ്കിട്ട് കരമൊന്നടിച്ച് പൗലോസിന്റെ തുടക്കം ഒരു സാക്ഷ്യം പറച്ചിലുകാരനായിട്ടാ. പിന്നെ ആ പൗലോസ് ഒരു സുവിശേഷകനായി, പിന്നെ പൗലോസ് ഒരു പ്രവാചകനായി. 3 നിലവാരത്തിൽ കയറി നിന്നതിന് ശേഷം അടുത്ത ലെവൽ വെളിപ്പെട്ടത് അന്ത്യോക്യയില. അത് ചെറുതല്ല. ഞാൻ വിളിച്ച വേലയ്ക്ക് വേണ്ടി നിന്നെ വേർതിരിക്കുകയാ. എവിടെ വെച്ച്? അന്ത്യോക്യയിൽ. ഞാൻ കർത്താവിൽ നിങ്ങളോട് എല്ലാവരും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ത്യോക്യ വെളിപ്പെടട്ടെ. ഏറ്റെടുത്തില്ല. മർക്കോസിന്റെ മാളികമുറി ഒരു കാത്തിരിപ്പാണെങ്കിൽ അന്ത്യോക്യ ഒരു കാത്തിരിപ്പുമല്ല, ഒരു കൊതിയാണ്. ദൈവത്തെ കിട്ടാൻ ഒരു കൊതി. കേട്ടില്ല? നിങ്ങൾ ആ വാക്ക് കേട്ടെങ്കിൽ രാമേ പറഞ്ഞേ. മർക്കോസിന്റെ മാളികമുറി ഒരു കാത്തിരിപ്പാണെങ്കിൽ അന്ത്യോക്യ കാത്തിരിപ്പല്ല, ദൈവത്തെ കിട്ടാനുള്ള ഒരു കൊതിയാണ്. ഈ മീറ്റിംഗ് ചിലരുടെ ജീവിതത്തിൽ ഒരു അന്ത്യോക്യയാണ്. കൊതി, ദാഹം. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാത്തവർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശാപം. കേട്ടില്ല? ഒന്നുകൂടെ പറയാം. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാത്തവർ ശുശ്രൂഷയിൽ ഉള്ളതാണ് ഒരു ശാപം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കുന്നവർ ശുശ്രൂഷയിൽ ഇറങ്ങുന്നതാണ് അനുഗ്രഹം. അന്ത്യോക്യ വെളിപ്പെടട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാൻ ആ വാക്ക് പറഞ്ഞു നിർത്തുന്നു. അവർ ഉപവസിച്ചു ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പിൻ. അടുത്ത വാക്ക് കേട്ടെ. അടുത്ത വാക്ക്, അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഉപവാസമല്ല ഇത്. ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ നിയോഗത്തിന് വേണ്ടിയുള്ള അടുത്ത പ്രാർത്ഥന. രണ്ടാമതവർ ആരാധിക്കുന്നത്, രണ്ടാമതവർ ഉപവസിക്കുന്നത് വിളിച്ച വേലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെതാണ്. അങ്ങനെ അവർ വീണ്ടും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ത്യോക്യ വെളിപ്പെട്ടെങ്കിൽ അടുത്തൊരു പ്രാർത്ഥനയിലേക്ക് കയറുക, അടുത്തൊരു ആരാധനയിലേക്ക് കയറുക. അയക്കുവാൻ വേണ്ടി 2 കരങ്ങൾ ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കാം. ഉപയോഗിക്കണേ ഈ
എന്നെ ഒരു ഉണർവിനായി ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. അണയാത്ത ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. എത്ര പേർ പറയാൻ പറ്റും? അണയാത്ത ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. യേശുവപ്പ, കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ രാജ്യത്ത് അയക്കുന്ന റിവൈവലിനെ സ്വീകരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ റിവൈവൽ ചലിക്കട്ടെ. റിവൈവൽ ഒരു ദേശത്തല്ല, റിവൈവൽ ഒരു ചർച്ചിലല്ല, റിവൈവൽ ഒരു കുടുംബത്തിലുമല്ല, റിവൈവൽ വ്യക്തികളിലാണ് ആരംഭിക്കണേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ റിവൈവലിന്റെ സോങ്ങുകൾ, റിവൈവലിന്റെ മെസ്സേജുകൾ, റിവൈവലിന്റെ പേഴ്സണാലിറ്റി, റിവൈവലിന്റെ അന്തരീക്ഷം, റിവൈവലിന്റെ സ്വഭാവം എല്ലാ മക്കളിലും വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഞങ്ങളത് സ്വീകരിക്കുന്നു. ആരാധനയുടെയും ആശ്രയത്തിൻ്റെയും അഭിഷേകത്തെ സ്വീകരിക്കുന്നു യേശുവേ.